ഓണക്കാലത്ത് ഇടുക്കിയിൽ നിന്നുള്ള സന്തോഷകരമായ ഒരു വാർത്തയിലേക്കാണ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ദേശീയ റെക്കോർഡ് നേടിയ ദേവപ്രിയയ്ക്ക് CPIM നിർമ്മിച്ച വീട് ഇന്ന് കൈമാറും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് വേഗതയുടെ രാജകുമാരിക്ക് ഓണസമ്മാനമായി വീടിന്റെ താക്കോൽ നൽകുന്നത്. CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റിയാണ് വീട് നിർമ്മിച്ചത്. CB ജോസഫ് ചേരുന്നു. CB, എന്തായാലും സന്തോഷകരമായ ഒരു മുഹൂർത്തം. ഈ ഓണക്കാലത്ത് ദേവപ്രിയയ്ക്ക് കയറിക്കിടക്കാൻ സുരക്ഷിതമായ ഉറപ്പുള്ള ഒരു വീട് CPIM നിർമ്മിച്ചു നൽകുന്നു. എന്തായാലും ദേവപ്രിയയുടെ ഓണം വളരെ സന്തോഷകരമാണ്. ഒപ്പം തന്നെ അത് കാണുന്ന നമ്മൾക്കും വലിയ സന്തോഷമാണ്. എന്തൊക്കെയാണ് വിശദാംശം? അവാർഡുകൾ കൊണ്ടുവയ്ക്കാൻ നല്ലൊരു വീടില്ല. തീർച്ചയായും ഷമ്മി, ഏറ്റവും മനോഹരമായ സന്തോഷകരമായ ഒരു നിമിഷങ്ങൾ തന്നെയാണ് ഇന്ന് നമുക്ക് പറയാം. കാരണം ഈ വേഗതയുടെ രാജകുമാരിക്ക് ഒരു വീട് വെച്ച് നൽകുമെന്ന് കഴിഞ്ഞ സംസ്ഥാന സ്കൂൾ കായികമേളയിലാണ് അന്ന് പാർട്ടി പ്രഖ്യാപിച്ചത്. ഇടുക്കി ജില്ലാ കമ്മിറ്റി വെറും 10 മാസം കൊണ്ട് ആ വീട് പൂർത്തീകരിക്കുന്നു. എനിക്ക് പിന്നിൽ കാണുന്ന ഈ മനോഹരമായ വീട് 4 മുറികളുള്ള ഒരു സിറ്റ് ഔട്ടും ഹാളും കൂടാതെ കിച്ചനുമുള്ള മനോഹരമായ വീട് ദേവപ്രിയയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നു. ദേവപ്രിയ അന്ന് ഈ സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 38 വർഷം പഴക്കമുള്ള റെക്കോർഡാണ് തകർത്തുകൊണ്ട് സബ് ജൂനിയർ 100 മീറ്റർ വിഭാഗത്തിൽ മെഡൽ കരസ്ഥമാക്കിയത്. അന്ന് മെഡൽ കരസ്ഥമാക്കുമ്പോൾ ദേവപ്രിയ പറഞ്ഞിരുന്നത് തങ്ങളുടെ സമ്മാനങ്ങളും തന്റെ മെഡലുകളും എല്ലാം തന്നെയും സൂക്ഷിച്ചു വെക്കാൻ തനിക്കൊരു വീട് വേണം എന്നുള്ളൊരു ആഗ്രഹമാണ് അന്ന് പങ്കുവച്ചത്. ഈ ആഗ്രഹത്തിനനുസരിച്ച് അന്ന് ഇടുക്കിയിലെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി തന്നെ പ്രഖ്യാപിച്ചു. ദേവപ്രിയയ്ക്ക് ഇത്തരത്തിലൊരു വീട് വെച്ച് നൽകുമെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ ദേവഭവൻ ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നു. ദേവപ്രിയ, ദേവാനന്ദ്, ദേവനന്ദ, അങ്ങനെ 3 കുട്ടികളാണ് ഈ വീട്ടിലുള്ളത്. ദേവനന്ദയും സ്പോർട്സ് താരമാണ്. എന്തായാലും ഏറ്റവും സന്തോഷകരമായ നിമിഷമാണ്. നമുക്കിപ്പോൾ ഈ വീടിനുള്ളിലേക്ക് പ്രവേശിച്ച് നമുക്കറിയാം മനോഹരമായ വീട്. ഈ വീട്ടിൽ ഇപ്പോൾ നമുക്കറിയാം വീടിന്റെ മുകളിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഈ ദേവപ്രിയയും ദേവനന്ദയും വാരിക്കുട്ടിയ മെഡലുകൾ. ഈ മെഡലുകൾ അടച്ചിരിപ്പുള്ള വീട്ടിൽ വെക്കണമെന്നൊരു ആഗ്രഹമായിരുന്നു ആ കുട്ടി അന്ന് പ്രകടിപ്പിച്ചത്. ആ കുട്ടിയുടെ ആഗ്രഹപ്രകാരം ഇപ്പോൾ CPIM അത് യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു. മനോഹരമായ ഒരു വീട് ഇപ്പോൾ വെച്ച് നൽകിയിരിക്കുകയാണ്. ദേവപ്രിയയ്ക്കും ദേവനന്ദയ്ക്കും വെച്ചിരിക്കുകയാണ്. എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ ദേവനന്ദ ദേവനന്ദ ചേരുകയാണ്. ദേവനന്ദ, ഇപ്പോൾ വീട് യാഥാർത്ഥ്യമായിരിക്കുന്നു. എന്താണ് സന്തോഷം? വളരെ സന്തോഷമായി. ഞാൻ പ്രതീക്ഷിച്ചേക്കാളും വലിയ നല്ല വീടാണ് കിട്ടിയത്. 4 മുറി, അടുക്കള, 2 ബാത്റൂം, അറ്റാച്ച്ഡ് റൂം. സന്തോഷമായി, എല്ലാം കണ്ട് സന്തോഷമായി. ഇന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് താക്കോൽദാനൊക്കെ നിർവഹിക്കുന്നത്. അതെ 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 അത് തന്നെയാണ് ഇവരുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ഇവിടെ നമ്മോടൊപ്പം ഇവിടെ ഇടുക്കി CPIMന്റെ ഇടുക്കി ഏരിയ സെക്രട്ടറി സബീഷ് നമ്മളൊപ്പം ചെയ്യുകയാണ്. 10 മാസം കൊണ്ട് പറഞ്ഞതുപോലെ തന്നെ മനോഹരമായ വീട് നിർമ്മിച്ചു നൽകിയിരിക്കുകയാണ്. ഈ വീടിന്റെ നിർമ്മാണത്തിന് പിന്നിൽ നിങ്ങളുടെ അഹോരാത്രമായ പരിശ്രമമുണ്ട്. അത് ഞങ്ങളുടെ പാർട്ടി സഖാക്കളൊക്കെ വളരെ കഠിനമായി വർക്ക് ചെയ്തു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ നല്ലവരായ നാട്ടുകാരുടെ സഹകരണം ഉണ്ടായിരുന്നു. ഇത് ഏറ്റെടുത്ത കോൺട്രാക്ടർ ഹോംടെക് കോതമംഗലം നല്ല രീതിയിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ അതിൻ്റെ നിർമ്മാണ പങ്കെടുത്ത മുഴുവൻ തൊഴിലാളികളും അതിവേഗം പണി തീർക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുകയുണ്ടായി. പിന്നെ ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി സീവറീസിൻ്റെ ഒരു നിശ്ചയദാർഢ്യം 10 മാസത്തിനുള്ളിൽ പണി തീർക്കണമെന്നായിരുന്നു. അത് സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതിൽ ദേവപ്രിയയോടൊപ്പം ഞങ്ങളും സന്തോഷിക്കുന്നു. എന്തായാലും അത് തന്നെ ഷമ്മി, ദേവപ്രിയക്കൊപ്പം ഒരു നാട് ഒന്നാകെ സന്തോഷിക്കുകയാണ്. ഈ കാൽവരി മൗണ്ടിലെ കൂട്ടക്കല്ലിലെ ഈ കാൽവരി മൗണ്ടിലെ ഒരു നാടിൻ്റെ ഒന്നാകെ ഒരു ആഗ്രഹവും ഈ നാടിൻ്റെ ഒന്നാകെ ഒരു അഭിമാനവും കൂടിയാണ് ദേവപ്രിയ. 38 വർഷം പഴക്കമുള്ള റെക്കോർഡാണ് ദേവപ്രിയ അന്ന് തകർത്തത്. ഇപ്പോഴും ദേവപ്രിയ ഈ മലപ്പുറത്തെ ഒരു സ്പോർട്സ് സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിയുടെ ഒരു ആഗ്രഹമായിരുന്നു ഇത്തരത്തിലൊരു വീട്. ആ വീടാണ് ഇപ്പോൾ CPIM നിർമ്മിച്ച് നൽകിയിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ 11:30 പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അദ്ദേഹം ഇവിടെ എത്തും. അദ്ദേഹം ഈ വീട് നാട മുറിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യും. പിന്നീട് ഈ താക്കോൽദാന ചടങ്ങ് താക്കോൽ ദേവപ്രിയയ്ക്ക് കൈമാറും. അതിനുശേഷം പാലുകാച്ചിലും അതുകൂടാതെ അതിന് പിന്നാലെ അദ്ദേഹം സംസാരിക്കുകയും ചെയ്യും. എന്തായാലും ഏറ്റവും സന്തോഷകരമായ നിമിഷമാണ്. നമുക്കറിയാം പല സംഘടനകളും പല പാർട്ടി നേതാക്കന്മാരൊക്കെ വീട് വെച്ച് കൊടുക്കുന്ന പ്രഖ്യാപനം മാത്രം ഒതുങ്ങുന്ന ഒരു കാലഘട്ടം കൂടി അതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയം കൂടിയാണ്. ആ സമയത്താണ്
മനോഹരമായ വീട് വെറും 10 മാസം കൊണ്ട് പറഞ്ഞതുപോലെ വാക്ക് പാലിച്ചുകൊണ്ട് ഈ ദേവപ്രിയയ്ക്കും ദേവനന്ദയ്ക്കും ദേവാനന്ദനും ഒരു വീട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പം പേടിസൊക്കെ കൂടിയാണ്. ഇപ്പോൾ ഒരു സന്തോഷമായി. വളരെ സന്തോഷം. ദേവപ്രിയയ്ക്ക് ഒരു വീടൊരുക്കുക എന്നുള്ള ഞങ്ങളുടെ വലിയ ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം ഇന്ന് സഫലമാവുകയാണ്. വളരെ സന്തോഷമുള്ള കാര്യം. ഇതൊരു മാതൃക എല്ലാവരും പിന്തുടരുന്നത് നല്ലതാണെന്ന് അഭിപ്രായമുണ്ട്. തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും മനോഹരമായ നിമിഷം തന്നെയാണ് ഈ ദേവപ്രിയയ്ക്കും ദേവാനന്ദനും വീട് ഒരുങ്ങുമ്പോൾ ആ ഒരു സന്തോഷമാണ് നമുക്കും പങ്കുവയ്ക്കാനുള്ളത്. ഇന്നിപ്പോൾ രാവിലെ 11:30 ഈ വീടിന്റെ താക്കോൽ ദാന ചടങ്ങെല്ലാതിന്റെയും പൂർത്തിയാക്കിക്കൊണ്ട് തീർച്ചയായും ദേവാനന്ദയ്ക്കും വളരെ വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ്.